ഹൈദരാബാദിൻ്റെ ഡേ 2 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടേക്കെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ റാപ്പിഡോ ആണ് ഏറ്റവും ബെസ്റ്റ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ് ഹൈദരാബാദ്. ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പോലത്തെ സംഭവമാണ്. അപ്പോൾ എനിക്ക് സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ്. അപ്പം മക്ക മസ്ജിദിൽ നിസ്കരിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മക്ക മസ്ജിദ്. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ്. ഇത് വാട്ടർമെലൺ ഫ്ലേവറാണ്. നെഹ്റു സുവോളജിക്കൽ പാർക്ക് എത്തിയിട്ടുണ്ട്. 66 മില്യൺ വർഷം പഴക്കമുള്ള ഡൈനോസറിന്റെ ബോണാണ് ഈ കാണുന്നത്. സുധാ കാർ മ്യൂസിയം. പെട്രോൾ ടാങ്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സൈക്കിളാണിത്. 42 ഫീറ്റ് ആണ്. നമസ്കാരം. അപ്പം നമ്മുടെ ഹൈദരാബാദിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്, ഹൈദരാബാദിൻ്റെ ഡേ 2 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിലാണ്. അപ്പം ഇന്ന് പ്ലാൻ ചെയ്തത് ഗോൽക്കൊണ്ട ഫോർട്ട്, പിന്നെ അതുപോലെ ചാർമിനാർ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ ആ സ്ഥലത്തേക്കൊന്നും മെട്രോ ഇല്ല. സോ ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം ടൈം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബസ് കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ യെസ്, ഈ വീഡിയോയിൽ പറയാനുള്ളത് ഹൈദരാബാദ് വളരെ തിരക്ക് പിടിച്ച സിറ്റിയാണ്, ബിസി സിറ്റിയാണ്. ആർക്കും ഒന്നിനും സമയമില്ല. ഇവിടെ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസൊന്നും അങ്ങനെ ആരും തരൂല. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. നമ്മുടെ മേത്തൊക്കെ ഇടിക്കുന്ന രീതിയിലാണ് ഇവർ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ യെസ്, പിന്നെ എവിടേക്കെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ റാപ്പിഡോ ആണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാനിപ്പം ഇവിടെ ബസ് കയറിയിരിക്കുക, ആദ്യമായിട്ടാണ് ബസ്സിൽ കയറിയിരിക്കുന്നത്. അപ്പം അഫ്സൽഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ ചാർമിനാറിലേക്ക്. അപ്പം ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ചാർമിനാറിലേക്കാണ്. സോ യെസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റിയാണ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ് ഹൈദരാബാദ്. പിന്നെ ഇത് ഇവിടുത്തെ ബസ് ടിക്കറ്റാണ് ഇത്. നമ്മൾ അഫ്സൽഗഞ്ചിൽ നിന്നും ഒരു ഇവിടുത്തെ പിള്ളേരൊക്കെ കണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അഫ്സൽഗഞ്ചിൽ നിന്ന് വേറൊരു ബസ് മാറി കയറി ചാർമിനാറിലേക്ക്. ഇപ്പോൾ ചാർമിനാറിൻ്റെ ഏകദേശം ചാർമിനാർ എനിക്ക് ഇവിടുന്ന് കാണാം. ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചാർമിനാർ. അപ്പോൾ ഇത്ര ദൂരം വരെ, ഈ ഒരു ദൂരമാണ് നമുക്ക് നടക്കാനുണ്ടാവുക. ഇതുവരെ നമുക്ക് ബസ് ഉണ്ടാവും. പിന്നെ പല ടാക്സികൾ ഇവിടുന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലുള്ള ടാക്സി, അതുപോലെ റാപ്പിഡോ ഒക്കെ എനിക്ക് ബുക്ക് ചെയ്തിട്ട് ഇവിടെ എത്താം. ഇവിടെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പോലത്തെ സംഭവമാണ്. അപ്പോൾ എനിക്ക് സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് സാമ്പിൾ തന്നിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട് പറഞ്ഞുതരാം. ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും പള്ളിയിൽ പോകുന്ന തിരക്കിലാണ്. ഇവിടെ ഷോപ്പുകളൊക്കെ ഒരുവിധമൊക്കെ ക്ലോസ്ഡ് ആണ്. എല്ലാവരും പള്ളിയിൽ പോകുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിക്കുന്ന പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചെരുപ്പ്, ഷോള്, കമ്മല്, ബാഗ്, ഹാൻഡ് ബാഗ്, അങ്ങനെ വേണ്ട എല്ലാ ഓർണമെൻറ്റ്സ് ഇങ്ങനത്തെ ബാഗ്, ചപ്പല് എല്ലാം ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ്. അപ്പം മക്ക മസ്ജിദിൽ നിസ്കരിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്, പള്ളിയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നല്ല തിരക്കുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാം. പല ബേക്കറികളും. പിന്നെ മക്ക മസ്ജിദ് കാണിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മക്ക മസ്ജിദ്. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ്. ഇതിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഈ കാണുന്നത്. ലേഡീസിന് ഹിജാബ് ഇടാണ്ട് കയറാൻ പറ്റില്ല മക്ക മസ്ജിദിൽ. അതുപോലെ ജെൻസിന് ഷോർട്സ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല. ഞാനിന്ന് ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ മക്ക മസ്ജിദ്. അപ്പം ഇവിടേക്ക് വരുന്നവരൊക്കെ പാൻ്റ് ഇട്ട് വരാൻ ശ്രദ്ധിക്കുക. മസ്റ്റ് വിസിറ്റാണ്. ഇവിടെ മൊഹബത്ത് സർബത്തിൽ 20 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കൊള്ളാം. ഇത് വാട്ടർമെലൺ ഫ്ലേവറാണ്. അഭിരാജ്യത്തിലെത്തിയ ഫീലാണ് കേട്ടോ ഇവിടെ. ചാർമിനാറിൻ്റെ അടുത്ത് കൂടി നമുക്ക് പോകുമ്പം ഓരോ ഗള്ളികളാണ്. ഗള്ളീൻ്റെ അടുത്ത് കൂടിയൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു ഗൾഫ് കൺട്രിയിലെത്തിയൊരു ഫീലാണ്. നമ്മളിപ്പം പോകാൻ പോകുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്കാണ്. പിന്നെ അതിൻ്റെ അടുത്തൊരു മ്യൂസിയം വരുന്നുണ്ട്, ഒരു കാറിന് മ്യൂസിയം ഉണ്ട്. അതാണ് കാണാൻ പോകുന്നത്. നോക്കിയേ പോകുന്ന വഴികളൊക്കെ നോക്കിയേ, ഓരോ കെട്ടിടങ്ങളൊക്കെ. ഒരു അറബ് കൺട്രീൻ്റെ ഫീലാണ് ഇതിൽ പോകുമ്പോൾ കിട്ടുന്നത്. നടക്കണ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങുകളാണ്. ഒരു വീട്ടിലേക്ക് നടക്കാനുള്ള ഗ്യാപ്പുകൾ മാത്രമേ ഉള്ളൂ. മൊത്തം ബിൽഡിങ്ങുകളാണ് ഈ റൂട്ടിൽ കാണുന്നതെല്ലാം ബിൽഡിങ്ങുകളാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്ക് ലിഫ്റ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഹൈദരാബാദിൽ വന്നിട്ട് ഇതുവരെ ലിഫ്റ്റ് ഇട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ലിഫ്റ്റ്. നെഹ്റു സുവോളജിക്കൽ പാർക്ക് എത്തിയിട്ടുണ്ട്. 4 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. രാവിലെ 8:30 ഓപ്പൺ ചെയ്തിട്ട് 4 മണിക്ക് ക്ലോസ് ചെയ്യും. ഇതിനുള്ളിൽ കയറാൻ 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലേക്കാണ് കേട്ടോ ടിക്കറ്റിൻ്റെ മെസ്സേജ് വരാം. ആ മെസ്സേജ് ഇവിടെ കാണിച്ചു കൊടുത്താൽ നമുക്ക് എൻ്റർ ചെയ്യാം. യെസ്, നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 95 രൂപ എടുത്തിട്ട് പിന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഒരു വണ്ടിയിലായിരിക്കും കാണുന്നത്. വണ്ടിയിലായിരിക്കും എല്ലാ സ്ഥലങ്ങളും കാണുന്നത്. ഇതേപോലത്തെ വണ്ടി, ഇപ്പോൾ വന്ന പോലത്തെ വണ്ടി, ഈ വണ്ടിയിലായിരിക്കും നമ്മൾ സൂ മൊത്തം കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് വന്നത്. ഇവിടെ ക്രോക്കഡൈലും സ്നേക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടിട്ടായിരിക്കും നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്. നോക്കിയാൽ പാരറ്റ് നോക്കിയാൽ കിടിലൻ പാരറ്റ്.
30 മുതൽ 35 വയസ്സ് വരെ ജീവിക്കുന്ന പാരറ്റാണ് കേട്ടോ കാണുന്നത്. ഈ സാധനം ഈ സൂ ശരിക്കും ഫ്രോഡാണ്. ഇവർ ആദ്യം ഒരു ടിക്കറ്റ് എടുത്ത് ആദ്യം ഒരു 70 രൂപ കൊടുത്തിട്ടൊരു ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് എൻട്രി ചെയ്യണ ടിക്കറ്റാന്ന് പറഞ്ഞു. അതാണ് സൂവിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ടിക്കറ്റ് എടുത്തു, 95 രൂപ എടുത്തിട്ടൊരു ടിക്കറ്റ് എടുത്തു. അതെടുത്താൽ നമുക്ക് ഈ സൂ മൊത്തം ചുറ്റി കാണാം. പിന്നെ ഇവിടെ ഓരോന്നിനും ഓരോ ടിക്കറ്റ്, അതായത് പാമ്പിൻ്റെ ഇത് കാണാൻ അതിനും വേറെ ടിക്കറ്റ്, ഒപ്പം ഇനി അടുത്തതും കാണാൻ അതിനും വേറെ ടിക്കറ്റ്, അങ്ങനെ ഓരോന്നിനും ഓരോ ടിക്കറ്റുകൾ. ശരിക്കും ഇത് വർത്തിട്ടല്ല, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും ഒരു ഫ്രോഡ് പരിപാടിയാണ്. ഇവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഹൈദരാബാദ് വരുന്നവർ ഈ ഒരു സൂ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം വേസ്റ്റ് ഓഫ് മണിയാണ്. എല്ലാത്തിനും അവർ എല്ലാ പോയിന്റുകൾക്കും അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. ക്രോക്കഡൈൽസിനെ നമുക്ക് കാണാം. ഇതൊരു പ്രത്യേക ടീത്ത് വരുന്ന ക്രോക്കഡൈലാണ് കേട്ടോ. ഈ കാണുന്നത് ഡൈനോസറിൻ്റെ ബോണാണ്. ജുറാസിക് 252 മില്യൺ ഇയേഴ്സ് ടു അബൌട്ട് 66 മില്യൺ ഇയേഴ്സ് ആകും. എൻ്റെ അമ്മ 66 മില്യൺ വർഷം പഴക്കമുള്ള ഡൈനോസറിൻ്റെ ബോണാണ് ഈ കാണുന്ന. 252 മില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഡൈനോസറിൻ്റെ ബോണുകളാണ് കേട്ടോ. ഇത് കണ്ടെത്തിയിരുന്നത് തെലുങ്കാനയിൽ നിന്ന് കണ്ടെത്തിയ ഓരോ ബോണുകളാണ്. ജിറാഫിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെയുള്ള ലയണ്, ഹിപ്പോപ്പൊട്ടാമസ് അങ്ങനത്തതിൻ്റെ ഒക്കെ പോയിന്റ് കേട്ടോ. നോക്കാം. ഇത്രയും ആനിമൽസ് ഇവിടെ ആണ്. ബിയർ, പിന്നെ അതുപോലെ ഒരു റൈനോ, ഹിപ്പോപ്പൊട്ടാമസ്, ലെപ്പേർഡ്, ലയൺ, ഇതെല്ലാം ഈ ഒരു ഏരിയയിലാട്ടാ. റൈനോസറിനാണ് കേട്ടോ കാണുന്നത്. ഇത് നമുക്ക് ഇന്ത്യ, നേപ്പാൾ ആ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന റൈനോ ആണ്. ഈ ഒരു സാധനം എപ്പോഴും വെള്ളത്തിലുണ്ടാകുന്നൊരു സാധനമാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഹൈനനാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാട്ടിലെ കിടിലൻ സാധനമാണ്. പുലിയും സിംഹത്തിനെ വരെ തിന്നുന്ന സാധനമാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എലിഫൻറ്റിൻ്റെ ഇതാണ്. ലാസ്റ്റ് എലിഫൻറ്റിനെ കാണുന്ന ഒരു ഇതാണ്. എലിഫൻസിനെ കാണാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു ജംഗിൾ സഫാരിയാണ്. സഫാരി റൈഡ്, അതായത് വൈറ്റ് ലയണൊക്കെ കാണാൻ പറ്റും. അതിന് എക്സ്ട്രാ ചാർജാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ബസ്സിൽ കൊണ്ടുപോകും. ഒരു ഓപ്പൺ സ്പേസാണ്. സോ നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. ഈ ലൈനിൽ നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നാൽ നമ്മൾ ഇന്നത്തെ ലഞ്ചാണ്. ചിക്കൻ ബിരിയാണിയാണ്. ഇവിടെ കുറച്ച് സാലഡ് ഉണ്ട്, കേടുണ്ട്. ആയിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സുധ കാർ മ്യൂസിയം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിൽ ഹോൾഡർ. ഇവിടെ 150 ചാർജാണ്. 150 രൂപയാണ് ചാർജ്. ഇതാണ് കേട്ടോ എൻട്രി പോയിന്റ്. ഓ
ഇത് അടിപൊളിയായിട്ടുണ്ട്. സോ ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. വേൾഡ് വാർ സെക്കൻഡ് പാരഡ്രോപ്പ് കൊളപ്സ്. ഇത് ഈ വണ്ടി സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ച വണ്ടിയാട്ടത്. ഇവിടുത്തെ മ്യൂസിയത്തിലുണ്ട്. 175 cc ഉള്ള 4 സ്ട്രോക്ക് കാറാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഓറഞ്ച് കളർ ഈ കാണുന്നതാണ് കേട്ടോ വേൾഡ് വാറിൽ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളാണ്. ഇത് ഫോൾഡ് ചെയ്യുന്ന മോട്ടോർ സൈക്കിളാണ് കേട്ടോ. ആർമി ജീപ്പാണ് കേട്ടോ ഈ കാണുന്നത്. മഹൻ്റെ RX-100 ആണ്. ഡേർട്ട് ബൈക്കാണ് കേട്ടോ ഇത്. 1987 ഇതിങ്ങനെ മാനുഫാക്ചർ ചെയ്തത്. ഇതും ആർമി ജീപ്പാണ്. 2001 മോഡൽ. ഇത് മാരുതീൻ്റെ വണ്ടിയാട്ടോ. മാരുതി വാൻ വണ്ടികളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ റോൾസ് റോയ്സ് ആണ് കിടക്കണം. കാണുന്ന ചിത്രത്തിലുള്ള ബൈക്കാണ് കേട്ടോ ഇത്. ചോപ്പർ മിനി രാജ്ദൂത് 175 cc 1984 ബിൽഡ് ചെയ്ത വണ്ടിയാണ്. സൈക്കിൾ ട്രെയിൻ. ഈ ഹാൻഡ് ബാഗ് പോലത്തെ സാധനം കാറാട്ടോ. ഇതേ അവിടെ ഡിസ്പ്ലേ ചെയ്തതുണ്ട്. ആ കാറാണ് ഈ കാണുന്നത്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇതും കാറാണ്. ബാഗ് കാർ. ഇതിന് 3 ടയറാണ് വരുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് കാറിൻ്റെ സോഫ കാറാണ്. 4 വീല് 5 സീറ്റർ വരുന്ന സോഫ കാറാണ്. ബ്രിഞ്ചാൽ കാറാണ് ഈ കാണുന്നത്. ഹെൽമെറ്റ് കാറാണ് ഇത്. ഇത് മഗ് കാറാണ്. ഇതൊരു ട്രെയിന് പോലത്തെ ഒരു കാറാണ്. വളരെ ചെറിയ കാറാണ്. ഇതിൽ ആക്സിലേറ്ററും ബ്രേക്കും എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. പെട്രോൾ ടാങ്കാണ് കേട്ടോ ഈ കാണുന്നത്. സോ ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ബർഗർ കാറാണിത്. 3 വീലർ. नीचे बन टमाटो कुकुम्बर चीज कटलेट. ये कटलेट ग्रीन लीव्स. एक जने बैठने की कैपेसिटी. यहाँ से बैठने का आप जब अंदर बैठा ना तो मोटी टूथ क्या था चेरी टूथ. यहाँ पे ना ये स्टीयरिंग है. वहाँ एक्सीलेटर ब्रेक. इसके ऊपर बैठ के सब पाँव ऐसे रखते ऐसे चलता है. ब्रेक सामने ऐसा नहीं तो ऐसे चलता. ക്രിസ്മസ് ട്രീ കാറാണ് ഈ കാണുന്നത്. इधर बैठते स्टीयरिंग अंदर रहता है और बैठ के चला के आदमी. ये खोल के दिखाओ ना. इसी का इंजन है. ये लॉक है मैडम. ये सॉफ्टवेयर वाला गाड़ी है. ये इधर ऊपर बैठते स्टीयरिंग अंदर रहता है. डोर ऐसा खुलता है. ये स्टीयरिंग ऊपर आ जाती है. सॉफ्टवेयर कार है. ये एलेक्सन वाला कार है. इधर ऊपर बैठते सिंगल सीटर है. ये डोर है. अंदर स्टीयरिंग है. ഇത് കുറച്ച് തിങ്ക് ചെയ്യാണ് കേട്ടോ. चिल्ड्रन डे को बनाए जो है
14 November. ഇത് കണ്ട് തിങ്ക് ചെയ്തെടുക്കേണ്ട ഒരു മ്യൂസിയമാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ये golf ball कार है, सिंगल सीटर है, 6 व्हील्स, 150 इंजन है. इधर से डोर खुलता है, यहाँ से डोर सिस्टम में अंदर बैठ के चलाते. सिंगल सीटर है, गोल्फ बॉल कार. इधर से दिखता है, ये नाम है ना सुधाकर, यहाँ से दिखेगा. इधर बैठ के चलाए. ये टेनिस बॉल का कार है, सिंगल सीटर, 6 व्हील, सिंगल सीटर, 150 इंजन, डोर सिस्टम बैक साइड. इनसाइड द सिटिंग प्लेस, सिंगल सीटर. ये फुटबॉल कार है, सिंगल सीटर, 6 व्हील, सिंगल फुटबॉल कार. ये क्रिकेट बॉल कार है, सिंगल सीटर, सिंगल सीट, 6 व्हील, सिंगल सीटर क्रिकेट बॉल कार. ये शटल कॉक कार है, सिंगल सीटर, अंदर बैठ के चलाते. 3 व्हील, सिंगल सीटर. हाँ Golf Molly double decker bus 1939 मॉडल 10 सीटर. नीचे 4 जने बैठते, ऊपर 6 जने बैठते. डबल डेकर बस है. 10 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡബിൾ ഡക്കർ ബസ്സാട്ടോ. 1913 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ये सुपर टेबल कार है, 1990 सुपर टेबल कार, 3 व्हील, सिंगल सीटर, सिटिंग प्लेस हियर, 150 इंजन. सुपर इधर बैठे हैं, स्टीयरिंग इधर है. अच्छा ठीक इधर पूरा बैठ के खेलते हैं आगे. हाँ के अंदर बैठ के चलाते हैं. ഓ ഇത് ക്രിക്കറ്റ് ബാറ്റ് ആട്ടോ. ക്രിക്കറ്റ് ബാറ്റിന്റെ കാറാണ്. ये डाइनिंग टेबल कार है, 8 सीटर, 3 व्हील्स, 8 सीटर डाइनिंग टेबल कार. खाना खाते खाते चलाने. या 150 इंजन. डाइनिंग टेबल वाली कूलिंग कार है, सिंगल सीटर है, 5 व्हील, सिंगल सीटर. अंदर बैठ के चलाते हैं. यहाँ से डोर खुलता है. ആണ് അയോധ്യ ടെമ്പിൾ കാറാണ്. അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണ്. ये बेस वर्ना कार प्यारे मैडम नहीं वो बात चलेगा. ये ड्यून बाकी है. बेस वर्ना कार 4 जने बैठते. 4 व्हील का है. बोल ना ये हाँ आइए. ये मोटर होम कार है, ओमनी वैन, कैरी वैन. 2 जने बैठते. अंदर किचन है, ऊपर बेड है. മേലെ കിടക്കുന്ന സ്പേസും താഴെ കാറും.
ഹോം കാർ എന്നാണ് वाला गाड़ी है सीटर रिलीज कार ये फोर है F44 दो जने बैठे फोर है ये कार है कंपनी की है 700 इंजन 1991 मॉडल है ये मारुति सुजुकी कार है दो जने बैठते 2 सीटर है मारुति सुजुकी कार ये अभी का मॉडल है हाँ 1950 मॉडल 2015 का 1950 मॉडल है हमारा इधर मैन्युफैक्चर डिजाइन 2015 ये सुपर 10 स्टैंडर्ड कार है सॉरी स्टैंडर्ड है सुपर 10 1962 मॉडल है 5 सीटर आगे दो पीछे पूरी ओरिजिनल गाड़ी है ओरिजिनल है ये टॉप लिनो कार है 2 सीटर है मारुति 800 का इंजन है छोटा भी सबका 800 का इंजन है ना 2 सीटर में ये मारुति कार है मारुति 800 का गाड़ी है 4 सीट का है तो 2 सीट का बना दिए अच्छा। ये भी ओरिजिनल था 2 सीट बना दिए पीछे का 2 काट दिए മാരുതി 800 കാറാണ് കേട്ടോ. ये 21 फीट साइकिल है 2 जने बैठते 21 फीट साइकिल मम्मी की बाइक अच्छी हुई थे ये 14 फीट साइकिल है सिंगल सीटर ऊपर बैठते ये 14 फीट साइकिल है ये कितना फीट बोला आपने 21 फीट 14 फीट 10 फीट अभी जो उधर बताए ना हाँ ये भी डबल 5 फीट है 5 डबल फीट सीट है ना सिंगल है 2 सीटर 2 जने बैठते मारुति ये का ये इंजन ये पिंक वाला थ्री सीटर है हाँ 3 सीटर ഇത് ഫോർഡിന്റെ വണ്ടി ഈ കാണുന്നത്. यहाँ बैठ के चलाते पीछे वाले काली यूं करते साइड में काली बैठते एक जना आराम कर आराम 2 जन को मैंने 2 1000 सीसी इंजन है 2 जने बैठते ये बार कार है बार बाहर का हाँ बार पीछे हैं अंदर फ्रिज है अच्छा इंजन का है तो फिर हाँ इंजन का है ये चलता है नहीं मैडम चलता नहीं दादू बोले तो बैठ के पीछे ना हाँ बस ऐसा ही हाँ ये ऐसे ही अंदर अच्छा अंदर जो भी पीछे शो ऑफ के लिए करना ऐसा वो और जो पीछे ऊपर को चलाना अलाउड नहीं है ये गाड़ी तो अच्छा है ये गाड़ी टेबल है हाँ ये मिनी जीप है 2 जने बैठे मिनी जीप ये मोरिस माइनर है 1950 मॉडल 4 सीटर मोरिस माइनर 4 सीटर ये ड्रैगन कार है ये स्वैन कार है 1910 स्वैन कार 4 सीटर 4 जने बैठते अच्छा 4 स्वैन कार 10 कारें 2 जने बैठते श्री पुत्तपत्ता साई बाबा साधन कार्य तो साधन किए एक उनका है एक इधर ये हिंदुस्तान गाड़ी है इंडिया का पहला गाड़ी 1947 हिंदुस्तान कार है आज़ादी के टाइम में हुआ 1947 इंडिया का पहला गाड़ी ये 1906 है नाना बोट कार है 4 जने बैठते हैं पीछे बैठे कौन पीछे 2 जने सामने 2 जने नाना बोट कार है 1906 पीछे भी होगा ना कवर नहीं ऊपर है ओपन ही है ये रोल्स रॉयल है 1925 मॉडल सिल्वर कोच 4 सीटर वाह ये मस्त है अरे ऐसे देखने देना चाहिए റോൾസ് इसके अंदर റോയ്സ് TF का ആണ് इंजन है റോൾസ് റോയ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. TF का इंजन है कौन सा है ये कब कौन से साल में हुआ ये इधर बनाए हुए हैं 1925 का मॉडल है 1925 മോഡലാണ്. ये लास्ट है मेरा ये 1925 का मॉडल है 1925 മോഡലാണ്. गोल्डी कार साइकिल
ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സൈക്കിളാണ് ഇത്. 42 ഫീറ്റ് ആണ്. बैठ सकते हैं ती वर्षा भावाने जोरदार नाही पीयूष पीयूष അപ്പോൾ നമ്മൾ സുധാ കാർസ് മ്യൂസിയം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. സോ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ സ്ഥലമാണ്. ഒരു മ്യൂസിയമാണ്. കാറിൻ്റെ പല ടൈപ്പുകളും ഇവിടെ കാണാം. സോ ഇത് ഇവിടെ വന്നാൽ ഇത് കുറച്ച് തിങ്ക് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു സ്ഥലമാണ്. ഓരോ കാറും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള മോഡലും. സോ നമ്മൾ കുറച്ച് നേരം അത് കണ്ടിട്ട് അതൊന്ന് തിങ്ക് ചെയ്തിട്ട് എടുക്കണം അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്, ബൈ ഫ്രം സുധാ കാർ മ്യൂസിയം.